നമസ്കാരം, ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് അതായത് നമ്മുടെ ഈ വർഷത്തെ 2026 വിഷു വരികയാണ്. അപ്പോൾ വിഷുഫലത്തിലേക്കാണ് കിടക്കുന്നത്. ജ്യോതിഷകരിലേക്ക് സുസ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം നമുക്ക് സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്ന് പ്രോത്സാഹിപ്പിക്കുകയും ഒരു കുടുംബത്തെ പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ നമ്മൾ പുതുവർഷ ഫലം പോലെ തന്നെ വളരെ പ്രതീക്ഷയുള്ളൊരു കാര്യമാണ് നമ്മുടെ വിഷുഫലം. അപ്പോൾ വിഷുഫലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രാജാവായ ആദിത്യൻ ഉച്ചനായിട്ട് വരുന്ന സമയത്തിനെയാണ് നമ്മൾ വിഷു സംക്രമമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഉച്ചനായിട്ട് ആദിത്യൻ വരിക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജാതകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവഗുണം, നമ്മളെ എല്ലാ ഭാഗ്യങ്ങളും അനുഗ്രഹിച്ച് തരേണ്ടത് രണ്ട് ഗ്രഹങ്ങളാണ്. ഒന്ന് വ്യാഴം, മറ്റൊന്ന് ആദിത്യൻ. ആ ആദിത്യനാണ് ഉച്ചനായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആദിത്യൻ്റെ ഒരു സംക്രമം നമുക്ക് കുറേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. ധനുക്കൂറിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ 1-ാം പാദം. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ 4 കണ്ടകശനി ഉണ്ട്. 4 എന്ന് പറയുമ്പോൾ കണ്ടകശനി വലിയ കടുത്ത ദോഷങ്ങളും ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി നമുക്ക് ഒരു പരിധിവരെ കുടുംബപരമായ കാര്യങ്ങളിൽ, ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ കുറച്ച് സൗന്ദര്യപ്പിണക്കമോ ചെറിയ ചെറിയ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നല്ലാതെ വേറെ മറ്റു കാര്യങ്ങളൊന്നും വലിയ അനിഷ്ടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയല്ല. അതേസമയം ഇപ്പം നമുക്ക് നിലവിൽ ഏറ്റവും നല്ല അനുകൂലമായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര് നിൽക്കുന്നു? വ്യാഴം നിവൃത്തി സ്ഥാനത്ത്. നിവൃത്തി എന്ന് പറഞ്ഞാൽ 7th ഹൗസ്, അതായത് നമ്മൾ ഏത് കാര്യങ്ങൾക്കും കാര്യലാഭം നിവൃത്തി തരേണ്ടത് 7-ാം ഭാവം കൊണ്ടാണ്. അവിടെയാണ് ആര് നിൽക്കുന്നത്? വ്യാഴം. അപ്പോൾ ഇപ്പോൾ നമുക്ക് സമയം പൊതുവിൽ കുറച്ച് നല്ലതാണ്. ഈ വിഷുഫലവും നല്ലതായിരിക്കും. എങ്കിലും ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴം ജൂണിൽ മാറുന്നത് അഷ്ടമത്തിലേക്കാണ്. അപ്പോൾ അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ജൂൺ മാസം തൊട്ട് അങ്ങോട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് ജീവിതത്തിൽ ധനപരമായ കാര്യങ്ങൾ, ബിസിനസ്, ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വേണം. പുതിയ പദ്ധതികളൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പ്രാവർത്തികമായി വരത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ 10ൽ കർമ്മസ്ഥാനത്ത്, 10ലും അല്ല, നമ്മുടെ 9ൽ ഭാഗ്യസ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. അപ്പോൾ കേതുവും ഏകദേശം ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴേ മാറുള്ളൂ. അതുവരെയും ഈ ഭാഗ്യസ്ഥാനത്തിന് ചില അനിഷ്ടങ്ങളുണ്ടാക്കും. ഇനി മാറിയാൽ തന്നെയും പുറകോട്ട് മാറുന്നതുകൊണ്ട് ആൾ 9ൽ നിന്ന് 8ലേക്ക്, അഷ്ടമത്തിലേക്കാണ് മാറുന്നത്. അതും അത്ര നല്ലതല്ല. അപ്പം ടോട്ടലി ഈ നമ്മുടെ 12 രാശിക്കാരിൽ ഏറ്റവും കൂടുതൽ ഈ വർഷം ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ജാഗ്രത പുലർത്തേണ്ട ഒരു കൂറുകാരാണ് ധനുക്കൂറുകാർ. കഴിഞ്ഞ വർഷം അത് വൃശ്ചികക്കൂറുകാരായിരുന്നു. അത് മാറി. വൃശ്ചികക്കൂറുകാർക്ക് കുറച്ചുകൂടി സമയം അനുകൂലമാവേണം ഈ വർഷം. അതുപോലെ ധനുക്കൂറുകാർക്ക് സമയം അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ നമ്മളെ ഈ വിഷുഫലത്തോടു കൂടി ഒരു 2-3 മാസം നന്നായിരിക്കും. ജൂൺ തൊട്ട് അങ്ങോട്ട് നമുക്ക് കുറേശ്ശെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനും അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ വരാനുമൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സമയം കുറച്ചൊരു നല്ലതല്ല എന്നൊരു ബോധം എപ്പോഴും സൂക്ഷിക്കുകയും, ഇടപെടുന്ന ആൾക്കാരിൽ വളരെയധികം നമ്മൾ ജാഗ്രത പുലർത്തുക. അതായത് ക്ഷമയും സംയമനവും വാക്കിലും പ്രവൃത്തിയിലും പുലർത്തുക. മറ്റൊന്ന്, നമ്മൾ പുതിയ പദ്ധതികളൊന്നും പെട്ടെന്ന് ആലോചിച്ച് അതിലേക്ക് വരണ്ട. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ സമയം മോശമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണ്? നമ്മൾ ജാഗ്രത എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകളിൽ പോയി ഇടപെടരുത്. പ്രത്യേകിച്ചും കടം, അതുപോലെ തന്നെ ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി ഇടപെടരുത്. ഇതൊക്കെയാണെങ്കിലും ധനുക്കൂറുകാരെ സംബന്ധിച്ച് വേറൊരു കാര്യം നല്ലതായിരിക്കും. അതായത് ഭൂമിപരമായ കാര്യങ്ങൾ, ഭൂമി ഇടപാടിൽപ്പെട്ടവർക്കെല്ലാം നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുക, പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് നല്ലതാണ്. അതുപോലെ തന്നെ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഒക്കെ സമയം നല്ലതാണ്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ടോട്ടലി നമ്മളെല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും സാമൂഹ്യ രാഷ്ട്രീയ
രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കലാകാർ, ധനുക്കൂറുകാരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന്, നമ്മൾ ഏറ്റവും വിശ്വസ്തരിൽ നിന്ന് മാത്രമേ നമുക്ക് ചതിയോ വഞ്ചനയോ വരുള്ളൂ. ഈ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമുക്ക് ശത്രുത അല്ലെങ്കിൽ നമ്മളൊരാളിന് ചതിക്കാൻ പറ്റണമെങ്കിൽ, വഞ്ചിക്കാൻ പറ്റണമെങ്കിൽ അത് നമ്മളെ അറിയാവുന്ന ഒരാളിന് മാത്രമേ പറ്റുള്ളൂ. വഴിയെ പോകുന്ന ഒരാളും നമ്മൾ ചതിക്കത്തില്ല, കാരണം നമ്മളെപ്പറ്റി അവർക്ക് അറിയത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൊസൈറ്റിയായിട്ട് വളരെയധികം ഇടപെട്ട് നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കൂടെ നിൽക്കുന്നവരെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണം കിട്ടും, ഗുണകരമായ സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കൊള്ളാം, പക്ഷേ ഇപ്പോൾ അത് നടപ്പിലാക്കരുതെന്ന് മാത്രം. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ ഗുണവും ദോഷവും ഇല്ലാത്തൊരു വിഷുഫലമാണ് പറയാനുള്ളത്. കാരണം നമ്മൾ സത്യസത്യമായിട്ട് തന്നെ പറയണം. അതേസമയം ഈ ഗ്രഹങ്ങളൊന്നും തന്നെ നമ്മൾ ഒരു ദോഷവും ചെയ്യത്തില്ല. കാരണം അഷ്ടമത്തിലാണെങ്കിൽ പോലും അത് ഉച്ചനായിട്ട് വരുന്നതുകൊണ്ട് വ്യാഴവും നമുക്ക് ദോഷം ചെയ്യില്ല. നമുക്ക് വ്യാഴം നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനവും ഐശ്വര്യവും തരേണ്ടതും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം തരേണ്ടതും വ്യാഴമാണ്. ആ വ്യാഴത്തിന് അത് തരാൻ കഴിയാതെ വരും, അത്രയേ ഉള്ളൂ. എന്ന് കരുതിയിട്ട് നമുക്ക് ഉള്ളതിനെ ദോഷപ്പെടുത്തത്തില്ല. നമ്മൾ ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വീഴ്ച വരില്ല. ദൈവാധീനം നന്നായിട്ട് വർദ്ധിപ്പിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വിഷുഫലം ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തി ജീവിതം ഒരു മിഡിൽ പാത്തിലൂടെ കൊണ്ടുപോവുക. ഏറ്റവും നമ്മൾ പുതിയ വലിയ പദ്ധതികളൊന്നുമില്ലാതെ മിഡിൽ പാത്തിലൂടെ കൊണ്ടുപോയാൽ, ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ ഒരു ദോഷവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് അതിൽ മെസ്സേജ് ഇടാം. അങ്ങനെ ആവട്ടെ. ഹരേ കൃഷ്ണ. നന്നായി.